ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും കടലക്കറിയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. 1.5 ഗ്ലാസ് പച്ചരി എടുത്ത് നമുക്ക് കുതിർത്താൻ വെക്കാം. അത് കുതിർന്നു കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് 2 ചെറിയ തവി ചോറിടാം, 3 ഏലക്കായ ഇടാം, 1 സ്പൂണ് പഞ്ചസാരയും 1/4 ടീസ്പൂണ് ഈസ്റ്റും 1 മുറി തേങ്ങയും ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഏലക്കായ എന്തിനാണ് ഇടണതെന്ന് ചോദിച്ചാൽ അപ്പത്തിന് ഒരു നല്ല മണം കിട്ടാൻ വേണ്ടിയാണ്. ഇതേപോലെ നമ്മൾ മാവ് അരയ്ക്കുകയാണെങ്കിൽ അപ്പത്തിന് നല്ല സോഫ്റ്റും ഉണ്ടാവും, കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. കുതിർത്തി വെച്ച കടല കുക്കറിലോട്ട് ഇട്ട ശേഷം അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സബോളയും 3 പച്ചമുളകും കരിയാപ്പിലയും ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങയിലോട്ട് ഇതിലോട്ട് കുറച്ച് മസാലക്കൂട്ടും 3 വെളുത്തുള്ളിയും 3 വറ്റൽമുളകും ഇട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഈ തേങ്ങ വറുത്തതിലോട്ട് നമുക്ക് കുറച്ച് കരിയാപ്പിലയോടെ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മീറ്റ് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് അരക്കാം. വെന്ത കടലയിലോട്ട് നമുക്ക് അരപ്പ് ഒഴിച്ച് തിളപ്പിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക്, സബോള, വെളുത്തുള്ളി, കരിയാപ്പല ഇതെല്ലാം ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് കടല അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ച അപ്പത്തിൻ്റെ കൂടെ ഈ കടലക്കറി കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ. കൂടാതെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.